ഇപ്പൊ എന്തായി? വിധി നമുക്ക് അനുകൂലമാവുന്ന ഇന്ന് കാലത്തുകൂടി താൻ മീൻ പിളക്കിയതല്ലേ? വർമാജി വെറുതെ തിളക്കണ്ട. എന്റെ നിഗമനം തെറ്റിയിട്ടില്ല. വിധി നമുക്ക് അനുകൂലമാണല്ലോ. ഏതോ റിസീവറെ ഏൽപ്പിച്ച വിധി എങ്ങനെ എനിക്ക് അനുകൂലമാവും? അനുകൂലമാണ്. ഒന്നും കാണാതെ പട്ടര് പുഴയിൽ ചാടത്തില്ല വർമാജി. അതിന് ഞാൻ പട്ടരല്ലോ, നായരല്ലേ? അയ്യേ, ഞാനൊരു ശൈലി കടമെടുത്തന്നല്ലേ ഉള്ളൂ. ഏതോ റിസീവറെ കൊട്ടാരത്തിന് ഭരണം ഏൽപ്പിച്ചു എന്നുള്ളത് നേര്. ആ റിസീവർ ആരായിരിക്കണം തീരുമാനിക്കേണ്ടത് വർമാജിയാ. ഭരണത്തിൽ ഭയങ്കര പിടിയല്ലേ വർമാജിക്ക്. റിസീവറുടെ പാനലിൽ നമുക്ക് സ്വാധീനമുള്ള ഒരാളെ വെപ്പിക്കണം. ആർക്കായിരിക്കും ആ സ്വർഗം വിധിച്ചിരിക്കുന്നത്? ആർക്കായാലെന്താ, അയാളുടെ സമയം തെളിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഒരു ഉണക്ക തേയില ഫാക്ടറിയുടെ റിസീവറായിട്ടിരുന്ന അഡ്വക്കേറ്റ് ഇട്ടിച്ചനെ 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് 2 മണിമാളികയാ. ചിത്തിരപുരത്തെ സ്ഥിതി അതാണോ? പറമ്പി കൊഴിഞ്ഞു വീഴുന്ന നാളികേരം പറക്കി വിറ്റാ മതി, ഒരു തലമുറക്കുള്ളത് ഉണ്ടാകാം. കൊലക്കേസ് അന്വേഷിക്കാൻ ചെന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞതാ കൊട്ടാരത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ പുരാവസ്തുക്കളുണ്ടെന്ന്. നമ്മൾ എന്തിനാ വെറുതെ വെള്ളമൂറുന്നത്? ഉന്നതങ്ങളിൽ പിടിയുള്ളവർക്ക് ആ ഭാഗ്യം കിട്ടും. അത് ശരിയാ. അനന്തപത്മനാഭൻ എത്തിയല്ലോ. സാർ എന്താ എന്നും കോടതി പിരിയുമ്പോഴത്തേക്ക് വരുന്നത്? കേസുകളൊന്നും ഇല്ല അല്ലേ? അയ്യോ ഇല്ല. നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി അമ്മ അമ്മിക്കല്ലിടിച്ച് കൊല്ല്, എന്നിട്ട് വാ. അപ്പൊ എനിക്കൊരു കേസ് പോവും, നിനക്കൊരു കൊലക്കയറ് പോവും. രാവിലെ കണാകുണ വർത്താനം പറഞ്ഞാണല്ലോ കളിക്കുന്നതാ. എന്താ പ്രശ്നം? ചേട്ടാ, ഇവൻ ചോദിക്കുക ഈ ബാറിലെ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന്. ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല, പുള്ളിയുടെ മോൻ കണ്ടാൽ തന്നെ അറിയില്ല, ഒരു കണാപ്പാണെന്നൊക്കെ. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാമോ? എന്താടോ അകത്തൊരു കൂട്ടച്ചിരി? പണ്ട് ചന്തുമേനോൻ ചെണ്ട കൊട്ടിച്ച പോലെ വല്ല സംഭവം കോടതിയിൽ നടന്നോ? ദിവസവും അങ്ങനെ പലരെയും അവിടെ ചെണ്ട പൊട്ടിക്കാറുണ്ട്. അത് ആസ്വദിക്കണമെങ്കിലേ വല്ലപ്പോഴും കോടതിക്കകത്തുനിന്ന് കയറണം. കോടതി കയറിയില്ലെങ്കിൽ എന്താടോ, തന്റെ വക്കീലിനേക്കാൾ കൂടുതൽ കേസ് എനിക്കുണ്ട്. അതേ, മറ്റു വക്കീലന്മാരൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും നീട്ടും. അതേ കേസ് എന്റെ കൈ കിട്ടിയാൽ അത് 5ന്റെ അന്ന് ഞാൻ ഒതുക്കും. പിന്നെ അവന്മാർ 5 വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന കാശ് അത് വറ്റിക്കാതെ തന്നെ 5 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ എന്തിനാണോ അതിനകത്ത് കയറുന്നത്? അതും ശരിയാ. അറിഞ്ഞോ, ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. ചിത്തിരപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. അത് ആർക്കെങ്കിലും കൈമാറിട്ട് തനിക്കെന്താടോ? അല്ല, ഇന്ന് സാറിന്റെ ഗുമസ്തനെ കണ്ടില്ലല്ലോ. അവൻ ചത്തു. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. താനൊരു പുല്ലും പറയണ്ട. ഒത്തുതീർപ്പിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് ബസ്സിനെ കണ്ടാ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. ഞാനെന്ത് വേണം? ഇയാളും ഇയാളെ തള്ളെ അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. സമാധാനം തന്നിട്ടില്ല എന്ന്. ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ. സിസ്റ്ററെ, ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. പരമചക്രമല്ല, മരണചക്രം തനിക്ക് ഞാൻ തരാൻ എന്താണോ? അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താന്. അനന്തനല്ല, ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേത് തുടങ്ങും. എന്ത് വെടി? വെടിയല്ല, തനിക്ക് അടിയ തരേണ്ടത്. ഉറുമീസേ, താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തന. അയ്യോ സോറി സർ. ഇതെന്താ കാളച്ചന്തയെന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുതീർപ്പിനെ വിളിപ്പിച്ചത്. എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകൾ. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറൂ. സിസ്റ്റർ, അയ്യോ ബ്രദറെ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട എത്ര തന്റെയാണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോന്ന്. അനന്താ,
സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കുന്നു. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഈണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണൻ പോയി വേഗം ഫീസ് കളക്ട് ചെയ്യേ. തന്നോടാ. പച്ചച്ചാണകത്തിന് തീ പിടിച്ച പോലെ ഓടുക നന്ദനവർമ്മ. എത്ര ഓടിയാലും പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരാനല്ലേ പറഞ്ഞേ പറ്റൂ. പറയാനൊക്കത്തില്ല. അയാളുടെ കെയർ ഓഫിൽ മറ്റാരെങ്കിലും റിസീവർ സ്ഥാനം കൈയടക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വർമ്മ ധൈര്യമായിട്ടിരിക്കണം. ചിത്തരപുരം കൊട്ടാരത്തിന് റിസീവർ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഞാൻ തന്നെ ആയിരിക്കും. ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. അതിനുള്ള കേട്ടൊക്കെ ഞാൻ എപ്പോഴേ കെട്ടിക്കഴിഞ്ഞു. മറ്റാരുടെയും പേര് മന്ത്രിയുടെ കണ്ണി പെടത്തില്ല. ഞാൻ സൈക്കിൾ ഫാക്ടറിയുടെ റിസീവർ ആയിട്ടിരുന്നപ്പോഴേ നല്ലൊരു പുള്ളി കൊടുത്തതാ. അതത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മരങ്ങളുടെയും പ്രോപ്പർട്ടീസിന്റെയും ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. 10 പെറ്റവനോടാ കടിഞ്ഞൂൽ പേരിന്റെ കാര്യം പറയുന്നത്. അത് ശരിയാ. എന്നാ ഒന്നുകൂടി ഒഴിക്കട്ടെ. ഒന്നായിട്ട് എന്താകാനാ, ഒരു അര ഗ്ലാസ് ഒഴിച്ചാട്ടെ. എന്താ ഉർമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്ന്. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിപ്പോയി. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നു, പിന്നാണോ തൊണ്ടില്ലാത്തൊരു പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ IPC 304B തന്നെ പിടിക്കാം അല്ലേ? ചുമ്മാ പിടിച്ചാ പോരാ, മുറുകെ പിടിക്കണം. സംഗതി ഡൗറിയിടത്താ. അതെ, ലോ കോളേജ് 3-4 വർഷം ചരച്ചോണ്ടൊന്നും കാര്യമില്ല. അനുഭവജ്ഞാനം വേണം, അതാണ് എന്റെ വിജയം. പിന്നെ 2-3 ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാ പോരാ. ഇപ്പൊ ലോ പോയിന്റ്സിനൊക്കെ ഭയങ്കര ചാർജാ. വാദം കഴിയട്ടെ, തരാന്നേ. വാദം കഴിയുമ്പോ പിന്നെ പിത്ത പോവും. അപ്പൊ കൈ കാശില്ലാതൊന്നും പറഞ്ഞേക്കരുത്. എന്താടോ ഉർമീസെ പുതിയ വക്കീലിനെ ചാക്കിടുന്നത്? തന്റെ അനന്തം വക്കീൽ എത്തിയില്ലേ? കോടതി പിരിയാറായില്ലല്ലോ, അപ്പോഴല്ലേ ഒത്തീർപ്പൊക്കിൽ എഴുന്നള്ളൂ. തനിക്ക് ഈ ഒത്തീർപ്പ് വക്കീലിന്റെ കൂടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ കൂടെ പോകാൻ പാടില്ലേ? എന്നെ കണ്ടു പഠിക്കേ. അനന്തന് കേസില്ലെങ്കിൽ ഞാൻ സഹിച്ചു. താൻ തന്റെ വക്കീലിന് കേസുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ല പിന്നെ അത് അനന്തം വന്നല്ലോ. അനന്തനെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോ എന്റെ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. താൻ കണ്ടില്ലേടോ? തന്റെ ചീഫും ക്രോസും കഴിഞ്ഞോ? കഴിഞ്ഞു. അനന്തൻ ഇരിക്കെ, നമുക്ക് ഇനി ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല, വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന. ഈ കുരിശിനെ പുതിയ ഗുമസ്തനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പാലോ. അനന്ത സ്റ്റോപ്പ്. എന്ത് വങ്കത്തോയി പറയുന്നത്? ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങിയ ചീള് പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ ഉർമിസിനെ കിട്ടില്ല. ഞാൻ ഇവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചുമ്മാ കക്ഷികൾ കോടതി വരാതെ കാത്തു നിൽക്കുമ്പോഴാണോ താൻ ഇതിനകത്ത് കയറി വല്ലവന്റെ ഇര വിഴുങ്ങുന്നത്? നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടൂ. അപ്പം മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കക്ഷികൾ കോടതി വരാതെ നിരങ്ങട്ടെ. ആര് പറഞ്ഞു തൊട്ടതിന് പിടിച്ചെടുക്ക കേസ് കൊടുക്കാൻ? അതുകൊണ്ടാണോ ഞാനും താനൊക്കെ 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്? പോടോ കോടതി വരാതിലേക്ക്. കറക്റ്റ്. അതെ, 2-3 ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഊൺ ഓർഡർ ചെയ്ത് വെക്കും. കൂടെ കരിമീൻ മപ്പാസ് വിത്ത് ലെസ് ഗ്രേവി. ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം. അതുവരെ ഞാൻ തന്ന പഴത്തിന്റെ തൊലിലായിക്കൊണ്ടിരിക്കും. ഇയാൾ എന്നെ ഒരു വഴിയാ. അമ്മേ, എന്താടാ നേരത്തെ ഒത്തുതീർപ്പൊന്നും നടന്നില്ലേ? ഒരു ക്രിയയും നടന്നില്ല എന്റെ അപ്പൂപ്പ. വന്ന ആൾക്കാർക്ക് ഈ ഒത്തുതീർപ്പിൽ ഒട്ടും വിശ്വാസം ഇല്ലാണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോയ കോടതിയുടെ സ്വൈര്യം കെട്ടത് തന്നെ. കോടതിയുടെ സ്വൈരം കെട്ടാലും വേണ്ടില്ല, വീട്ടിലെ സ്വൈരം കെടാതിരുന്നാ മതി. ഇവിടെ എന്താ സ്വൈര്യക്കേട്? നിന്റെ അമ്മാവൻ ഇന്നിവിടെ വന്നിരുന്നു. ഇനി പറയാനൊന്നുമില്ല. വക്കീല് പണിക്ക് അയച്ചിട്ട് വരുന്ന കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ നീ എന്താ ഗാന്ധിയാണോന്ന് ഏട്ടൻ ചോദിച്ചത്. പത്മാവതി, നിന്റെ ഏട്ടന്റെ ഗാന്ധിയെ കുറിച്ച് പറയാനുള്ള വിവരമൊക്കെ അങ്ങനെ ചോദിക്കണ്ട അപ്പൂപ്പ. അപ്പൂപ്പൻ തന്നെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത്. ദേ, ഞാനിതൊന്നും കാണുന്നില്ല എന്നാ വിചാരം. അതാര്? എന്റെ അമ്മയുടെ നായര്. അച്ഛൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു? എന്റെ വായിരിക്കണൊന്നും കേക്കണ്ട. അമ്മയെ പ്രശ്നങ്ങൾ പരിഹരിച്ചാ പോരെ, അതിന് കോടതി തന്നെ പോണെന്ന് എന്താ അത്ര നിർബന്ധം? അതെ, നേരിട്ട് അമ്മാവനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ഇല്ലണമെന്ന് പറഞ്ഞിട്ടാ ഏട്ടൻ പോയത്. ഇനി സുഗന്ധിയുമായിട്ടുള്ള കല്യാണക്കാര്യം സൂചിപ്പിക്കാനായിരിക്കോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേ, അവൾ അകത്തുണ്ട്. നീ നേരിട്ട് ചെന്ന് ചോദിക്കും. യുവർ ഓണർ, എന്റെ കേസിലെ പ്രതി നിരപരാധിയാണ്. ഒരു മുറച്ചെറുക്കനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ശാലീന സുന്ദരിയായ ഒരു പെണ്ണിനെ 4 ആളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ പ്രതിക്ക് നിന്നോട് ആര് പറഞ്ഞിട്ട് ഇതെടുത്തരാൻ? ആരെങ്കിലും പറയണോ? പറയണം. എന്ന് അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. അനന്തേട്ടാ, വീട് അനന്തേട്ടാ. അയ്യോ, ആരെങ്കിലും കാണും. കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ്. അയ്യോ അനന്തേട്ടാ, നോക്കി അപ്പുറത്ത് അപ്പൂപ്പൻ ഇരിക്കുക. അനന്തേട്ടാ, അനന്തേട്ടാ, അമ്മായി കേൾക്കുന്നുണ്ടോ? ഈ അനന്തേട്ട എപ്പോഴും ഇങ്ങനെയാ. അമ്മായി, ഞാൻ പോയിട്ട് വരാം. എന്താടാ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? അന്തേട്ട എപ്പോഴും ഇങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്. മുൻപരിചയമില്ല അല്ലേ? ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേ? ശരണമയ്യപ്പ.